സ്കൂൾ സുരക്ഷയെ മുൻനിർത്തി അടിയന്തര ഓഡിറ്റ് നടത്തുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ 14,000-ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സമയബന്ധിത പരിപാടികൾക്ക് രൂപം നൽകും. ജൂലൈ മാസം 22 ചൊവ്വാഴ്ച പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് ശിക്ഷക് സദനിൽ രാവിലെ 9:30 ചേർന്നു. ആ യോഗത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, RDD-മാർ, AD-മാർ, ഡയറ്റ് പ്രിൻസിപ്പൽമാർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാർ, ജില്ലാ കൈറ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ വിദ്യാഭ്യാസ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. എല്ലാം ജില്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. മെയ് 13 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ നടന്ന പ്രവർത്തനങ്ങൾ യോഗം വിശകലനം ചെയ്യും. ആ സർക്കുലർ എന്ന് പറയുന്നത് ഏതാണ്ട് 40ഓളം വരുന്ന പോയിന്റുകൾ പറഞ്ഞുകൊണ്ടുള്ള സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. ആ സർക്കുലർ തന്നെ പ്രത്യേകത സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. അത് പറയുന്നത് ഒന്ന്, വൈദ്യുതി ലൈനുകൾ നമ്മുടെ ഒരു കാരണവശാലും ഘട്ടത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ അതിൻ്റെ സമീപ പ്രദേശത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുപോലെ നമ്മൾ പോസ്റ്റിൽ നിന്ന് സ്റ്റേ കിട്ടുന്ന ലൈൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വേണ്ട രൂപത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൈകാര്യം ചെയ്തതെന്നെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നടന്ന സംഭവത്തിൽ അന്ന് AE അവിടെ ഇല്ലായിരുന്നു. അന്ന് AEയുടെ ചുമതല ഉണ്ടായിരുന്ന AED ഉദ്യോഗസ്ഥന്മാരെയും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി HM മാത്രം ബലിയാടാക്കി എന്നുള്ള നിലയിൽ ചില പത്രവാർത്തകൾ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. AEക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനേജ്മെന്റിന് 3 ദിവസത്തിനകം മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്.